എന്താണ് ഇന്ത്യാസ് ഫസ്റ്റ് ലൈഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ചെയ്തത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയല്ല സ്കൂളിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടില്ല, എന്തൊക്കെയാണ് കിട്ടേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ടില്ലേ? 1800-കളിലാണ് ഇവിടേക്ക് ഈ വ്യവസ്ഥാപിതമായ സിസ്റ്റം വരുന്നത്. തോമസ് മെക്കാളെ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അയാൾക്ക് ആക്ച്വലി വേണ്ടത് എന്തായിരുന്നു അറിയോ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ, ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനുള്ള കുറേ ആൾക്കാരാണ്, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത്. ആ സാധനം എപ്പോഴും നമ്മൾ അതേപോലെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ സ്കിൽ ക്രിയേറ്റിവിറ്റി. നാളെ എണീക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യണമെന്നൊരു തോട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ബോറിംഗ് ആയിരിക്കും ലൈഫ്. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വർക്ക് എന്ത് ചെയ്യണം? ഹാപ്പിനെസ് തരുന്നതായിരിക്കും. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് സക്സസ്? പ്ലീസ് ടെൽ മീ. എനിക്ക് സന്തോഷം ഉണ്ടാവണം. അതാണ്. ദാറ്റ് ഈസ് സക്സസ് ഫോർ യു. ഐ ഷുഡ് ഹാപ്പിലി ഡു വാട്ട് എവർ ഐ എം ഡൂയിങ്. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ആസിഡ് ബൾബ് വെച്ചിട്ടാണ് കളിക്കുന്നത്, കുട്ടികൾ വെച്ചിട്ടാണ്. അത്രയും കോൺഷ്യസ് ആയിരിക്കണം. നമ്മുടെ എൻവയോൺമെന്റ് നമ്മളെപ്പോഴും പറയും, ഇഫ് യു ആർ വാക്കിംഗ് വിത്ത് 5 idiots, you are the 6th idiot. അത്രേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആണ്. അതൊരു മൈൻഡ് സെറ്റ് ആണ്. അത് മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് സത്യത്തിൽ ഞാൻ പറയുന്നത് അത് ജനറ്റിക്കലി തന്നെ ഉണ്ടായിക്കോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് നമ്മുടെ സറൗണ്ടിങ്സ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ആയി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തിനു പഠിക്കണം? ഞാൻ എന്തെങ്കിലും ഒന്ന് ആവണം, എൻ്റെ ലൈഫിനൊരു പേർപ്പസ് ഉണ്ട്. ഈ ഒരു തോട്ടാണ് നമ്മൾ ഫസ്റ്റ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, അത് ഇൻകൾക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതൊരു ടാസ്ക് എന്താ അറിയോ? സ്വന്തം ഉപ്പാൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, ഇരുന്നിട്ട് ഉപ്പാൻ്റെ ബയോഗ്രഫി ഉണ്ടാക്കുക. ഒരു കുട്ടി പറയുന്നു, എൻ്റെ ഉപ്പ 19ാമത്തെ വയസ്സിലാണ് ഗൾഫിൽ പോയത്, അന്ന് ആദ്യമായിട്ട് പോകുമ്പോഴാണ് എൻ്റെ ഉപ്പ കാലിൽ ചെരുപ്പിട്ടത് എന്നുള്ളത്. ഈ ബയോഗ്രഫി തയ്യാറാക്കാൻ വേണ്ടി അവന് ടാസ്ക് കൊടുത്തോണ്ടാണ് സ്വന്തം ഉപ്പ ആരാണെന്നുള്ളത് അറിയാൻ പറ്റിയത്, മനസ്സിലാക്കാൻ പറ്റിയത്.